ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഒരു പുതിയ സീസൺ കേരള ബ്ലാസ്റ്റേഴ്സ് തോറ്റുകൊണ്ട് തുടങ്ങിയിരിക്കുകയാണ്. അവസാന നിമിഷം ഹേസൂസ് വന്ന് രക്ഷിച്ചു എന്നൊക്കെ തോന്നിയെങ്കിലും പിന്നീടും ഒരു ഗോൾ വഴങ്ങിയിട്ട് 2-1 പഞ്ചാബ് FC കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുന്നത്. ഒരു നല്ല തുടക്കമല്ല. തീർച്ചയായിട്ടും നമ്മൾ കളി കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല. കാരണം നമുക്കറിയാവുന്ന കേസാണ്, ഒരു വലിയ പ്രീ സീസൺ നമുക്ക് ലഭിച്ചെങ്കിൽ പോലും കീ പ്ലേയേഴ്സ്, പ്രത്യേകിച്ചും ഹേസൂസ് ഹിമെനസ് ആണെങ്കിലും കൊയ്ഫ് ആണെങ്കിലും അങ്ങനെ കുറച്ച് സെറ്റ് ഓഫ് പ്ലേയേഴ്സ് നമ്മൾ ഫസ്റ്റ് 11 എന്തായാലും ഉപയോഗിക്കാൻ ചാൻസ് ഉള്ള ആ ഒരു കോമ്പിനേഷൻ നമുക്ക് ഈ വലിയ പ്രീ സീസണിൽ കിട്ടിയത് വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമാണ്. സോ അതുകൊണ്ട് തന്നെ ആ പ്ലേയേഴ്സിന് സെറ്റ് ആവാനും ആ ഒരു പ്രോസസ്സിൽ പ്രോപ്പറായിട്ട് പോകാൻ ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിലും പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ ഫസ്റ്റ് കുറച്ച് മാച്ചുകൾ ഒരു പ്രീ സീസൺ പോലെ തന്നെ കളിക്കേണ്ടി വരും എന്നുള്ളത് മാച്ചിന് മുൻപേ തന്നെ നമ്മൾ സൂചിപ്പിച്ചൊരു കാര്യമാണ്. മാച്ചിലേക്ക് വരുമ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യം, ആ ഒരു കോർഡിനേഷൻ്റെ കാര്യത്തിലാണെങ്കിലും പാസുകളുടെ കാര്യത്തിലാണെങ്കിലും ടാക്ടിക്സിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും ഒരു പുതിയ ടീം, ഒരു പുതിയ കോച്ചിന് അണ്ടറിൽ കളിക്കുന്ന ഒരു പുതിയ ടീമിന് ഉണ്ടാവുന്ന എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങളും ബ്ലാസ്റ്റേഴ്സ് കാണിച്ചിരുന്നു. അത് പഞ്ചാബിനും കുറച്ചൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ കൂട്ടത്തിൽ കൂടുതൽ ഉണ്ടായിരുന്നത് ബ്ലാസ്റ്റേഴ്സിനാണെന്ന് പറയാം. പക്ഷേ എന്നെ ഒരു മാച്ച് കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും അധികം സംശയം തോന്നിയൊരു കാര്യം, എന്തുകൊണ്ടാണ് നമ്മൾ 4-4-2 സ്റ്റാർട്ട് ചെയ്തെന്നുള്ളതാണ്. 4-4-2 ഒരു മോശം ഫോർമേഷനൊന്നുമല്ല. നമ്മുടെ പ്രീവിയസ് കോച്ച് ആ ഫോർമേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് വിജയങ്ങൾ നേടി തന്നിട്ടുമുണ്ട്. പക്ഷേ ഒരു ഡെഡ്ലി സ്കിൽഫുൾ പേസ് ഉള്ള വിങ്ങർ ആയിട്ടുള്ള നോവ സദോ ഉണ്ടായിരുന്നപ്പോൾ, റൈറ്റ് വിങ്ങിൽ പ്ലേസ് ചെയ്യാൻ പറ്റിയിരുന്ന രാഹുൽ KP മെയ്മനും അവൈലബിൾ ആയപ്പോൾ, ഒരു ടാർഗറ്റ് മാനായിട്ടും ലിങ്കപ്പ് കളിക്കാൻ പറ്റുന്ന രീതിയിൽ പെപ്രയും ഹേസൂസ് ഹിമെനസ് ഉണ്ടായിരുന്നപ്പോൾ, മിഡ് മാനേജ് ചെയ്യാൻ പാകത്തിന് കൊയ്ഫും വിപിൻ മോഹനും ഫ്രെഡിയും ഡാനിഷ് ഫാറൂഖൊക്കെ ഉണ്ടായിരുന്നപ്പോൾ, പിന്നെയും എന്തിനാണ് ഈ 4-4-2 പോയി, അല്ലെങ്കിൽ താരതമ്യേന അറ്റാക്കിംഗ് പാറ്റേൺസ് കുറവുള്ള 4-4-2 പോയത് എന്നുള്ളത് ഒരു തരത്തിലും എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്. ആൻഡ് അത് ഒരു മോശം ഡെസിഷൻ ആണെന്നുള്ളത് കോച്ചിന് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോഴേ മനസ്സിലായി. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ വീണ്ടും ആ ഒരു ചേഞ്ച് നമ്മൾ കാണുന്നുണ്ട്. ആ ഒരു ഹേസൂസ് ഹിമെനസിനെയും വിപിൻ മോഹനെയും കൊണ്ടുവന്നു, എയ്മനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നോവ വീണ്ടും ലെഫ്റ്റ് വിങ്ങിൽ, അതിനെ നാച്ചുറലി അദ്ദേഹം ഏറ്റവും അധികം ഡെഡ്ലി ആവുന്ന, ഏറ്റവും അധികം ഡേഞ്ചറസ് ആവുന്ന ആ ഒരു ലെഫ്റ്റ് വിങ്ങിലേക്ക് പോയി. റൈറ്റ് വിങ്ങിൽ രാഹുൽ KP വന്നു. മിഡിൽ ആ 3 പേര് കൊയ്ഫും അതുപോലെ തന്നെ ഫ്രെഡി, വിപിൻ മോഹനൻ, ഈ 3 പേരും വന്നു. മിഡിൽ കുറച്ചൊരു ഹോൾഡ് നമുക്ക് കിട്ടി. അങ്ങനെ ബെറ്റർ ആയിട്ടുള്ളൊരു പെർഫോമൻസ് വന്നിരുന്ന സെക്കൻഡ് ഹാഫിൽ ഈ 4-3-3 ഒരു സ്വിച്ചിങ് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ആദ്യം അതിനെ ഉപയോഗിച്ച് കുറച്ചുകൂടി ഒരു കൺട്രോൾ കിട്ടുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ ഒരു ടീം ഒന്ന് സെറ്റ് ആവുന്ന രീതിയിൽ തുടക്കത്തിലെ ഉപയോഗിച്ചുകൂടായിരുന്നു എന്ന് പറയുന്ന ഒരു സംശയം ഒരു സിംഗിൾ വാച്ചിൽ കളി കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു സംശയമാണ്. ഡീപ്പായിട്ട് കാണുമ്പോൾ നമുക്ക് കുറച്ചൊരു കാരണങ്ങൾ കിട്ടുമായിരിക്കും. ലൂൺ അവൈലബിൾ ആയിരുന്നില്ല, സോ മിഡിൽ ആ ഒരു പ്ലെയറിനെ പ്ലേസ് ചെയ്യേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് പിന്നിൽ ഇന്ത്യൻ പ്ലേയേഴ്സിനെ പ്ലേസ് ചെയ്ത് അത്തരത്തിലൊരു ഗെയിംസിലായിരിക്കാം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് നമുക്ക് തുടക്കത്തിൽ നമുക്കൊരു കൺട്രോളും പോസ്റ്റിനൊക്കെ കിട്ടിയിരുന്നെങ്കിലും പിന്നീട് നമ്മുടെ ആ ഒരു തുടക്ക ടീമിൻ്റെതായുള്ള വീക്ക്നെസ്സുകൾ കൃത്യമായിട്ട് എക്സ്പോസ് ആവുന്ന രീതിയിലുള്ള ഒരു ഗെയിം സ്റ്റൈൽ, അല്ലെങ്കിൽ ആ ഒരു ടാക്ടിക്സ് ആയിരുന്നു ഫസ്റ്റ് ഹാഫിൽ ബ്ലാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഹോൾഡിംഗ് മിഡ്ഫീൽഡേഴ്സ്, അല്ലെങ്കിൽ ആ ഒരു സെൻറ്ററിൽ വരുന്ന 2 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കൊയ്ഫും അതുപോലെ തന്നെ ഫ്രെഡിയും. ഈ 2 പേര്, കൊയ്ഫ് ഉൾപ്പെടെ മിസ് പാസുകൾ, അല്ലെങ്കിൽ അവർ ഹോൾഡ് ചെയ്യാനോ അല്ലെങ്കിൽ പന്തൊന്ന് മാനേജ് ചെയ്യാനോ പറ്റാത്ത രീതിയിൽ ഒരു തുടക്ക മാച്ച് കളിക്കുമ്പോൾ ഒരു പിച്ച് ഫെമിലർ ആവാനും, അത് 2 ടീമിനും ബാധകമാണ്. ഒരു പിച്ച് ഫെമിലർ ആവുക, അല്ലെങ്കിൽ കോർഡിനേഷൻ സെറ്റ് ആവുക, ഇതിനൊക്കെ ചിലപ്പോൾ കുറച്ച് ടൈം, ചിലപ്പോൾ കുറച്ച് മാച്ചസ് തന്നെ എടുത്തുന്നിരിക്കുക. ആ പ്രശ്നങ്ങൾ ഓൾറെഡി നമുക്ക് ഉണ്ടായിരുന്നു. അതിന് പുറമെ ഈ പറഞ്ഞ ടാക്ടിക്കലി അത് നമ്മളെ സപ്പോർട്ട് ചെയ്യാത്ത രീതിയിൽ വന്നപ്പോൾ ഫസ്റ്റ് ഹാഫ് കംപ്ലീറ്റ്ലി നമ്മുടെ കയ്യിൽ നിന്ന് പോയൊരു അവസ്ഥയാണ്. എന്തോ ഭാഗ്യത്തിന് ഈ പറഞ്ഞ പോലെ ഓപ്പണൻ ടീമും ആ രീതിക്ക് സെറ്റ് ആവാത്തത് കൊണ്ടോ, കൺവേർഷൻ റേറ്റിൽ അവർക്കും വലിയ കാര്യമായിട്ടൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ടോ നമ്മൾ ഫസ്റ്റ് ഹാഫിൽ ഗോൾ വഴങ്ങിയില്ല എന്നുള്ളത് മാത്രമാണ് നമുക്ക് സമാധാനിക്കാൻ പറ്റുന്നൊരു പോയിന്റ് എന്ന് പറയുന്നത്. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ ടാക്ടിക്സ് ഒട്ടും സപ്പോർട്ട് ചെയ്യാത്ത രീതിയിലാണ് ഫസ്റ്റ് ഹാഫിൽ കണ്ടത്. സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ചേഞ്ച്, തുടക്കത്തിൽ തന്നെ ചേഞ്ച് കോച്ച് കൊണ്ടുവന്നു. നോവയെ വിങ്ങിലേക്ക് വിട്ടു, ഹേസൂസ് ഹിമെനസ് ഫ്രണ്ടിൽ ആ ഒരു സെൻട്രൽ ഫോർവേഡായി, റൈറ്റിൽ രാഹുൽ വന്നു, വിപിൻ മോഹനൻ ആ ഒരു മിഡിലേക്ക് വന്നു. ശരിക്കും ഈ ഒരു മാച്ചിൽ കണ്ടിരിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു ഹോപ്പ് കിട്ടിയ ഒരു സമയം എന്ന് പറയുന്നത് ഈ സെക്കൻഡ് ഹാഫിൻ്റെ കുറച്ച് സമയമാണ്. കാരണം അവിടെ നമുക്ക് മിഡിൽ വിപിൻ മോഹനൻ എന്ന് പറയുന്ന പ്ലെയറുടെ പെർഫോമൻസ് വലിയ രീതിയിലൊരു ഡിഫറൻസ്, ഫസ്റ്റ് ഹാഫിൽ നമുക്ക് മിഡിൽ കിട്ടിയ കൺട്രോളിനേക്കാൾ വലിയൊരു ഡിഫറൻസ് എന്ന രീതിയിലാണ് സെക്കൻഡ് ഹാഫിൽ നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നെ ഒരു വലിയ ഗ്യാപ്പിന് ശേഷം ടീമിലേക്ക് വരുന്നതുകൊണ്ടായിരിക്കാം ഫസ്റ്റ് 11 അദ്ദേഹത്തെ പ്ലേസ് ചെയ്യാതിരുന്നത്. പക്ഷേ ഇനി അങ്ങോട്ടുള്ള മാച്ചുകളിൽ ഫസ്റ്റ് 11 എന്തായാലും വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു പ്ലെയറാണ് വിപിൻ മോഹനൻ. അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ആ പന്ത് ഹോൾഡ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും, വളരെ പ്രഷർ ഇല്ലാതെ ആ പന്ത് ചില ടേണുകൾ എടുക്കുന്ന കാര്യമാണെങ്കിലും, ചില പന്ത് റിക്കവർ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും, എന്താണോ നമുക്ക് വേണ്ടിയിരുന്നത് അത് പ്രൊവൈഡ് ചെയ്യാൻ മധ്യനിരയിൽ വിപിന് സാധിക്കുന്നുണ്ടായിരുന്നു. കൊയ്ഫിന് ഫസ്റ്റ് ഹാഫിൽ കിട്ടാതിരുന്ന ആ ഒരു സപ്പോർട്ട് സെക്കൻഡ് ഹാഫിൽ വിപിൻ വന്നപ്പോൾ കിട്ടുന്നത് പോലെയും ഫീൽ ചെയ്തിരുന്നു. പക്ഷേ ആ ഒരു ഫോർമേഷനിലേക്കുള്ള ചേഞ്ചും ഒന്ന് സെറ്റായി വരാൻ ടീമിന് സമയമെടുത്തു. പക്ഷേ വിങ്ങിലൂടെയുള്ള മുന്നേറ്റങ്ങൾ, നോവ വഴിയുള്ള മുന്നേറ്റങ്ങൾ നമ്മൾ കണ്ടു, നോവ വഴിയുള്ള ക്രോസുകൾ കണ്ടു, ആ സൈഡിലുള്ള ഒരു ഷോട്ട് നമ്മൾ കണ്ടു. മിഡിലെ പ്ലേയേഴ്സിന് വിങ്ങിലുള്ള ഓപ്ഷൻസ്, പ്രത്യേകിച്ചും 4-3-3 കളിക്കുമ്പോൾ ഒരു വലിയ അറ്റാക്കിംഗ് ഓപ്ഷനാണ് ആ ഒരു മിഡിൽ നിന്ന് വിങ്ങേഴ്സിനെ റിലീസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ്. അത് 4-4-2 അധികം കിട്ടാറില്ല. ആ ഒരു ഓപ്ഷനൊക്കെ തുറന്നെടുക്കുന്ന രീതിയിൽ സെക്കൻഡ് ഹാഫിൽ ബ്ലാസ്റ്റേഴ്സിന് ചാൻസുകൾ കിട്ടി. ഫസ്റ്റ് ഹാഫിനേക്കാൾ കൂടുതൽ അറ്റാക്കിംഗ് പാറ്റേൺ, അറ്റാക്കിംഗ് ഓപ്ഷൻസ് ശരിക്കും സെക്കൻഡ് ഹാഫിൽ ബ്ലാസ്റ്റേഴ്സിന് കിട്ടിയിരുന്നു. പക്ഷേ എവിടേക്കോ ആ ഫൈനൽ തേർഡിലുള്ള പാസുകൾ, ബ്ലാസ്റ്റേഴ്സിൻ്റെ ടച്ച് മാപ്പൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ സക്സസ്ഫുൾ പാസുകളുടെ കാര്യത്തിലേക്ക്
നോക്കുമ്പോഴൊക്കെ ആ ഒരു ഓൺ ഹാഫിലും ബോക്സിനകത്തൊക്കെ കുറേ നമ്പേഴ്സ് കാണാം. പക്ഷേ ഓപ്പണൻ ഹാഫിൽ, ഓപ്പണൻ തേർഡിൽ ആ പാസുകൾ അത് ഒരു വലിയ ഗ്യാപ്പ് അവിടെ ഉണ്ട്. ആ ഗ്യാപ്പിലാണ് ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു സെക്കൻഡ് ഹാഫിൽ പ്രശ്നം പറ്റിയത്. അവിടെ ഹേസൂസിലേക്ക് കൃത്യമായിട്ട് പന്തെത്തിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ഹേസൂസ് ഇറങ്ങി വരുമ്പോഴും അവിടെ ആ ഒരു പ്ലെയർ സെറ്റ് ആവാൻ എടുക്കുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. ആ ഒരു പ്ലെയറിന് പാസ് കൊടുക്കുമ്പോഴാണെങ്കിലും ആ ഒരു പ്ലെയർ റിട്ടേൺ പാസുകൾ കൊടുക്കുമ്പോഴൊക്കെ ഒരു ചെറിയ പ്രശ്നങ്ങൾ എവിടേക്കും ആ ഒരു ഗ്രൗണ്ടായിട്ട് ഫെമിലിയർ ആവാത്ത അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ അദ്ദേഹത്തിനും തുടക്കത്തിൽ കാണാൻ സാധിച്ചിരുന്നു. പക്ഷെ അത് മാറ്റിയെടുത്ത് കഴിഞ്ഞാൽ കാര്യമായ രീതിയിലുള്ള കൺവേർഷൻ പാസുകൾ ഫ്രണ്ടിലേക്ക് ഫസ്റ്റ് ഹാഫിൽ വന്നില്ല. സെക്കൻഡ് ഹാഫിൽ നമുക്ക് കൺട്രോൾ കിട്ടിയപ്പോഴും വന്നിരുന്നില്ല എന്നുള്ളതാണ്. ആകപ്പാടെ വന്നൊരു പാസ് പ്രീതം കോട്ടാലിൻ്റെ ആ ഒരു ക്രോസ് അത് കൃത്യമായ രീതിയിൽ കൺവേർട്ട് ചെയ്യാൻ നമ്മുടെ ഹേസൂസിന് സാധിക്കുകയും ചെയ്തു. ഫസ്റ്റ് ഹാഫിൽ പിന്നെയും കിട്ടിയ ഒരു അവസരം നോവ കൊടുത്തിട്ടുള്ള ഒരു ക്രോസാണ്. അത് കൺവേർട്ട് ചെയ്യാൻ നമ്മുടെ ആ ഒരു ബോക്സിലുണ്ടായിരുന്ന പ്ലേയേഴ്സിന് സാധിച്ചില്ല. സോ ഇത്തരത്തിൽ നമുക്ക് ആ ഒരു 4-4-2 നിന്ന് വീണ്ടും 4-3-3 സ്വിച്ച് ചെയ്ത് ആ ഒരു ചേഞ്ചിൻ്റെ ആവശ്യം ശരിക്കും ഈ ഒരു മാച്ചിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ എനിക്ക് കളി കണ്ടപ്പോൾ തോന്നിയൊരു കാര്യം. ആൻഡ് നമ്മൾ കോച്ചിനെ പറ്റി ഓൾറെഡി പറഞ്ഞൊരു പോസിറ്റീവാണ്, ഫ്ലെക്സിബിൾ ആണെന്നുള്ളത്. അദ്ദേഹം ഫോർമേഷൻസ് മാറ്റി ട്രൈ ചെയ്യുന്ന ഒരു കോച്ചാണെന്നുള്ളത്. പക്ഷെ അത് കുറച്ച് കൂടുതലായി പോയില്ലേ എന്നുള്ളത് ഒരു ചെറിയ തോന്നലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ആവശ്യമില്ലാത്ത ഒരു ചേഞ്ചാണ് ഫസ്റ്റ് ഹാഫിൽ കൊണ്ടുവന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. എന്തായാലും അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആ 4-3 കളിച്ച് ടീമിന് സെറ്റായി വരാനുള്ള ടൈം ഈ ഒരു മാച്ചിൽ ടീമിന് കിട്ടാത്തതുപോലെ ഫീൽ ചെയ്തു. പിന്നെ ആകെയുള്ള പോസിറ്റീവ് എന്ന് പറയുന്നത് ചില പ്ലെയേഴ്സിന്റെ പെർഫോമൻസ്. അതിൽ ഹേസൂസ് ഹിമെനസ് ആദ്യത്തെ മാച്ചിൽ തന്നെ ഗോൾ കൺവേർട്ട് ചെയ്തു എന്നുള്ളതൊരു വലിയ പ്രതീക്ഷയാണ്. അദ്ദേഹത്തിന് ആ ഒരു കോൺഫിഡൻസ് ഫസ്റ്റ് മാച്ച് തൊട്ടേ കിട്ടും എന്നുള്ളതൊരു വലിയ പോസിറ്റീവാണ്. പിന്നെ കൊയ്ഫിന്റെ ആ ഒരു മിഡിലേക്കുള്ള വരവ് അതൊരു വലിയ ഓപ്ഷനാണ്. ലൂണ വരുമ്പോൾ ഒരു പക്ഷേ അത് കിട്ടണമെന്നില്ല. പക്ഷെ എന്നാലും അതിന് സപ്പോർട്ട് വളരെ കുറവായിരുന്നു. പിന്നെ തുടക്കത്തിൻ്റെതായുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു, മിസ് പാസുകൾ വന്നു. പക്ഷെ എങ്കിലും അവിടെ ഒരു കൺട്രോൾ അദ്ദേഹത്തിന് എടുക്കാൻ ശ്രമിക്കുന്ന പോലെ അല്ലെങ്കിൽ അതിന് ആപ്റ്റ് ആവുന്ന ആ ഒരു കപ്പാസിറ്റി ഉള്ള ഒരു പ്ലെയറിന്റെ ഒരു ഫീൽ നമുക്ക് കിട്ടിയിരുന്നു. ഫസ്റ്റ് ഹാഫിൽ സെക്കൻഡ് ഹാഫിൽ മിലോസ് അത്യാവശ്യം നന്നായിട്ട് ഡീസൻ്റ് ആയിട്ട് കളിച്ചത് അല്ലെങ്കിൽ അതിൻ്റെ ചില ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിൽ കുറച്ച് ആ ക്ലൈമാക്സിലൊക്കെ എത്തുമ്പോൾ ഒന്ന് ലേസി ആയി പോയതുപോലെ തോന്നിയിരുന്നു. പക്ഷേ അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആ ഒരു സെൻറ്റർ ബാക്ക് പെയർ പ്രീതം കോട്ടാലാണെങ്കിലും ഈ പറഞ്ഞ പോലെ മിലോസ് ആണെങ്കിലും അവർ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് പെർഫോം ചെയ്തതുപോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. വിങ്ങിൽ കളിച്ചിട്ടുള്ള സന്ദീപ് ആണെങ്കിലും സൈഫ് ആണെങ്കിലും തുടക്കത്തിൽ അവർ രണ്ടുപേരും അത്യാവശ്യം കൺട്രോൾ കിട്ടുന്നത് പോലെയാണ് തുടങ്ങിയത്. പക്ഷേ പോകെ പോകെ സൈഫിൻ്റെ ആ ഒരു ഇൻഎക്സ്പീരിയൻസ് നമുക്ക് പ്രശ്നമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നോവസ് അതോ അത്യാവശ്യം നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ഹാഫിൽ അതേ ഒരു സെൻറ്റർ ഫോർവേഡ് പെയറായിട്ട് കളിച്ചെങ്കിലും അദ്ദേഹം ഒരുപാട് ഇറങ്ങി വരുന്നു, ഈ പറഞ്ഞ പോലെ ഫ്ലെക്സിബിളായിട്ട് കളിക്കുന്നു. അതിനെ ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് ഈ ഒരു മാച്ചിൽ. പക്ഷേ അതിന് ഒത്ത സപ്പോർട്ടും അല്ലെങ്കിൽ അദ്ദേഹം കൊടുക്കുന്ന പാസുകൾ റിസീവ് ചെയ്യാൻ പാകത്തിനോ മറ്റ് പ്ലേയേഴ്സൊന്നും ആ ലെവലിലേക്ക് വന്നിരുന്നില്ല ഒരു മാച്ചിൽ. സോ പിന്നെ ഈ പറഞ്ഞ പോലെ ലൂണയുടെ ആ ഒരു അഭാവം ഒരു ക്രിയേറ്റീവ്സ് ആയിട്ട് നല്ല രീതിയിൽ ഈ ഒരു മാച്ചിൽ നമുക്കുണ്ടായിരുന്നു. പിന്നെയും നമ്മൾ പോസിറ്റീവ് പറയാൻ വേണ്ടിയിട്ട് തിരഞ്ഞു നോക്കുകയാണെങ്കിൽ അത് ഡയറക്റ്റ്ലി ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു പോസിറ്റീവ് അല്ല, ഓപ്പണിംഗ് ടീമിൽ കളിക്കുന്ന നമ്മുടെ ലോണിൽ പോയിട്ടുള്ള നിഹാൽ സുധീഷിൻ്റെ പെർഫോമൻസ് ആണ്. അത് നമുക്കെതിരെ കുറച്ച് പ്രശ്നമായിട്ട് വന്നിരുന്നെങ്കിലും എനിക്ക് എവിടേക്കും ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ലോണിലാണല്ലോ കൊടുത്തത് എന്നുള്ളൊരു ആശ്വാസം ഉണ്ടായിരുന്നു. കാരണം ആ ഒരു സൈഡിൽ ഒരു ഡെഡ്ലി പേസി സ്കിൽഫുൾ വിങ്ങർ ആവാനുള്ള എല്ലാ വിധത്തിലുള്ള ഒരു സ്പാർക്ക് അദ്ദേഹം കാണിക്കുന്നുണ്ട്. എവിടേക്കൊരു ഫൈനൽ ടച്ച്, ഫൈനൽ ഷോട്ട് അതുകൂടി ഒന്ന് സെറ്റപ്പ് ആയി കഴിഞ്ഞാൽ ഉയർന്നു വരാൻ പറ്റുന്ന ഒരു യങ് ടാലന്റ് എന്ന രീതിയിൽ നിഹാൽ സുധീഷ് ഒരു മാച്ചിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അത് ഈ ഒരു മാച്ചിൽ ബ്ലാസ്റ്റേഴ്സിന് ക്രെഡിറ്റ് കൊടുക്കാൻ പറ്റുന്ന കാര്യം അല്ലെങ്കിലും ഫ്യൂച്ചറിൽ ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചെത്തി കഴിഞ്ഞാൽ നമുക്കൊരു ഹോപ്പ് തരുന്ന ഒരു ഡെഡ്ലി വിങ്ങർ ആയിട്ടുള്ള ഒരു സംഭവം എനിക്ക് നിഹാൽ സുധീഷിൽ തോന്നി. സോ അത് എടുത്തു പറയേണ്ട ഒരു കാര്യമായിട്ട് തോന്നുന്നുണ്ട് ഒരു മാച്ചിൽ. സോ ടോട്ടലി പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇത് 1-2 മാച്ചുകളൊന്നും അവസാനിക്കുന്ന ഒരു പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനിയും ചിലപ്പോൾ മാച്ചസ് ടീം എടുത്തേക്കാം. പക്ഷേ എനിക്ക് ആകെയുള്ള ഒരു പ്രാർത്ഥന അനാവശ്യമായുള്ള ചേഞ്ചസ് കൊണ്ടുവരാതെ ടീമിനൊന്ന് സ്റ്റേബിൾ ആവാനുള്ള ഒരു ഫോർമേഷനും ടാക്ടിക്സും കോച്ച് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതിനുശേഷം ഈ പറഞ്ഞ പോലെ വേരിയേഷൻസിലേക്ക് പോവുക. തുടക്കം തന്നെ ഒരുപാട് ഇങ്ങനെ ട്രൈ ചെയ്ത് വേരിയേഷൻസ് കൊണ്ടുവന്ന് ഒരിടത്തും എത്താത്ത രീതിയിലേക്ക് പോകുമോ എന്നൊരു കൺസേൺ ആണ് എനിക്കുള്ളത്. എത്രയും പെട്ടെന്ന് ലീഗിലേക്ക് തിരിച്ചു വരേണ്ടതിൻ്റെ ഒരു ആവശ്യം തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിന് എന്തായാലും ഒരു മാച്ചിൽ ഒരു ഫസ്റ്റ് മാച്ചിൽ കണ്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. ഒന്നുകൂടി നമ്മൾ മാച്ച് ഡീപ്പായിട്ട് കണ്ട് നമ്മൾ കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഈ ഒരു മാച്ചിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് എന്തായാലും മറ്റു വീഡിയോയിൽ കാണാം. ബൈ.